ഇന്നും രണ്ടാമത്തെ പരീക്ഷയാണ്, SSLCയുടെ രണ്ടാമത്തെ പരീക്ഷയാണ്. അപ്പം ഈ കൃത്യത്തിൽ ഏർപ്പെട്ട കുട്ടികൾ ഇന്ന് പരീക്ഷ എഴുതുന്നുണ്ട്. അവർക്ക് വേണ്ട വലിയ സുരക്ഷാ ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. KSU അവിടേക്ക് പ്രതിഷേധ മാർച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്താൻ KSUവിന്റെ ഭാഗത്തുനിന്ന് ആഹ്വാനമുണ്ട്. മേഘ, ായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അടിച്ചു കൊന്നവർക്ക് നീതി ഉറപ്പാക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. ഒരിക്കലും അത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഒരു കുഞ്ഞ് മരിച്ച് 6 അടി മണ്ണിൽ അവൻ അന്തി ഉറങ്ങുമ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ കൊന്ന കൊലയാളികളെ പരീക്ഷ എഴുതിക്കരുതെന്ന്. പക്ഷെങ്കിൽ ആ ന്യായമായിട്ടുള്ള ഒരു ആവശ്യം കേരളം മൊത്തം ആവശ്യപ്പെട്ടതാണ്. അത് അംഗീകരിക്കാൻ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നിയമമോ തുനിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റു പല കുട്ടികളും ഇപ്പോൾ അതിനെ ഒരു പാഠമാക്കിയെടുക്കും. കാരണം ഞങ്ങൾ ഒരാളെ കൊന്നാൽ പോലും ഞങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ള ഒരു ധ്വനി അതിനകത്തിൽ ഉറപ്പായിട്ട് വരും. എല്ലാവരുടെയും ചിന്ത അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഈ നിയമം എല്ലാം മാറ്റി എഴുതേണ്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ ഈ ഒരു കൊലപാതക ശ്രമങ്ങളും ഇതുപോലുള്ള ഈ ഒരു ഇത് കൂടി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ദയവായിട്ട് നമുക്ക് പറയാനുള്ളത് അധികാരികളോടും കോടതിയോടും ഒക്കെയാണ് ഈ ഒരു നിയമം പൊളിച്ചെഴുതുക തന്നെ വേണം.